അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്ന് 8ാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പവിത്രമായ ഈ നോമ്പിനെ അള്ളാഹു നമുക്ക് അനുകൂലമായ സാക്ഷി നൽകട്ടെ. പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരങ്ങളിൽ റമളാനിൽ പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. എല്ലാ പ്രാർത്ഥനയിലും പ്രവാചകൻ റമളാനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ എന്ന്. പ്രിയമുള്ളവരെ, റമളാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നോമ്പ് മുറിയുമായി ബന്ധപ്പെട്ട്, നോമ്പ് മുറിയപ്പെടേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് നോമ്പ് സമയത്ത് ചെവിക്കുള്ളിലേക്ക് ബഡ്സോ മറ്റു സംവിധാനങ്ങളോ ഇട്ടുകൊണ്ട് ചെവിക്കായം എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ പാടില്ല. അത് നോമ്പ് മുറിയും എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഈ ചെവിക്കകത്ത് ഞാൻ പറഞ്ഞിട്ട്, ചെവിക്കകത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ചെവിയുടെ അകത്തല്ല, പുറത്തിൻ്റെ ആ തുടക്ക ഭാഗത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തടവിയതുകൊണ്ട് നോമ്പ് മുറിയൂല. ഉള്ളിലോട്ട് കടക്കാൻ പാടില്ല, ദ്വാരങ്ങളിലോട്ട് കടക്കാൻ പാടില്ലെന്നാണ് സാരം. അതുപോലെ തന്നെയാണ്, അങ്ങനെ അഥവാ കടന്നാൽ നോമ്പ് മുറിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, ശ്രദ്ധിക്കപ്പെടുന്നില്ല. പലരും ഈ നോമ്പ് സമയത്ത് ഇതുപോലെ ചെവി തോണ്ടിയിട്ട് അത് ഇങ്ങനെ ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നുണ്ട്. നോമ്പ് മുറിയും, വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഛർദിൽ ഇമിറ്റ് ചെയ്യുക. അത് നമ്മൾ ഉണ്ടാക്കി ഛർദിച്ചാൽ അത് നോമ്പ് മുറിയും. അതല്ല, നമുക്ക് സാഹചര്യ സമ്മർദ്ദം കൊണ്ട് ആഹാരത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടാണ് അറിയാതെ നമ്മൾ ഛർദ്ദിച്ചു പോകുന്നെങ്കിൽ സാരമില്ല, നോമ്പ് മുറിയില്ല. പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണേ എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അലസന്മാരാണ്. എല്ലാവരും അലസന്മാരായി കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കീഴ്വാഴി പോണതിൽ കുഴപ്പമില്ല. നമുക്ക് കീഴ്വാഴി പോണതിൽ നമുക്ക് വിഷയമല്ല, നോമ്പ് മുറിയില്ല. അത് നമുക്ക് വിടണം. അത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പാടില്ല, അത് ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ ബ്ലഡ് രക്തം പരിശോധിക്കുന്നതിൽ നോമ്പ് മുറിയില്ല, നമുക്ക് രക്തം പരിശോധിക്കാം. അപ്പോൾ ശരീരത്തിന് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ഈ രക്തം കുത്തി പരിശോധിക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി അത് ശരീരത്തിനെ ഉന്മോഷപ്പെടുത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ശരീരത്ത് വല്ല ട്രിപ്പോ കാര്യങ്ങളോ സംവിധാനങ്ങൾ ചെയ്യാൻ പാടില്ല, നോമ്പ് മുറിയും. ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള മെഡിസിനുകൾ ഉള്ളിലോട്ട് കടക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ നോമ്പ് മുറിയും. ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം ചില ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് പരിശോധനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിത് മറന്നു പോകുന്ന ചില വിഷയങ്ങളാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 8ാമത്തെ നോമ്പ് നമുക്ക് അനുകൂലമാകട്ടെ. നമുക്ക് നാളെ പരലോകത്ത് സഫായി നാളെ മഹ്ശറയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഈ നോമ്പുകളൊക്കെ നമുക്ക് അനുകൂലമാവട്ടെ, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഹേതുവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീം റമളാൻ ഷാഹിദൻ അലൈനാ വജഅൽ ഹുജ്ജതൻ ലനാ ഹുജ്ജതൻ അലൈനാ. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ഇതെല്ലാം സംസ്കാരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ സ്വർഗം വാങ്ങാൻ, നരകം അള്ളാഹു കാത്തിരിക്കുന്നതിന് നമ്മൾ ദുആ ചെയ്ത് നമ്മുടെ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ, നാളെ സ്വർഗം അള്ളാഹു നിർബന്ധമാക്കാൻ, കരഗതമാക്കാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടും, നോമ്പിൽ ചില നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.